ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ. ജനുവരി 29. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 3-ാം സ്ഥാനം. 12 വർഷത്തിന് ശേഷമാണ് കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ മെഡൽ പട്ടികയിൽ ഇടം നേടുന്നത്. 30-ലധികം ടാബ്ലോകളിൽ നിന്നാണ് കേരളത്തിന്റെ വികസന നേട്ടമായ കൊച്ചി വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയും പ്രമേയമാക്കിയ ടാബ്ലോ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകമെമ്പാടുമുള്ള പ്രവാസി പണ്ഡിതരുമായി ബന്ധിപ്പിക്കുന്ന പോർട്ടൽ സ്കോളാർ കണക്ട്. 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ ശ്രീകുമാർ. MD വാസുദേവൻ നായർ എന്ന ജീവചരിത്ര കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ് ലോക്യാൻ 26 എന്ന പേരിൽ 10 മാസം നീണ്ടു നിൽക്കുന്ന ലോക പര്യടനം ആരംഭിച്ചത്? INS സുദർശിനി. ഫ്ളാഗ് ഓഫ് ചെയ്തത് വൈസ് അഡ്മിറൽ സമീർ സക്സേന. അടുത്തിടെ അന്താരാഷ്ട്ര ബാഡ്മിന്റണിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ ഇന്ത്യൻ താരം സൈന നെഹ്വാൾ. ബാഡ്മിന്റൺ വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആയിരുന്നു 2015-ൽ. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക വിശ്രമ മുറികളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന പുതിയ പദ്ധതി സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സയൻസ് മേഖലയിലുള്ള വനിതാ ഗവേഷകർക്കായി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതി ബാക്ക് ടു ലാബ് പദ്ധതി. നിരാലംബരായ വിധവകൾക്കും ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും അവിവാഹിതരായ സ്ത്രീകൾക്കും അഭയം നൽകുന്ന ബന്ധുക്കൾക്ക് ധനസഹായം നൽകുന്ന കേരള വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. 2024 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ സാഹിത്യകാരി പ്രൊഫസർ M ലീലാവതി. അടുത്തിടെ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള താൽപര്യം പ്രകടിപ്പിക്കുകയും ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ഇറക്കുമതി തീരുവ ചുമത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് നിലവിൽ വന്നത് എവിടെ? കളമശ്ശേരി, കൊച്ചി ടെക്നോളജി ഇന്നൊവേഷൻ സോൺ. സ്റ്റാർട്ടപ്പുകൾക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് ഈ ഹബ്ബ് സജ്ജീകരിച്ചിരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ അടുത്തേക്ക് എത്തിക്കാൻ നാസ വിഭാവനം ചെയ്ത ദൗത്യം ആർടെമിസ് 2. ഇതിലെ യാത്രികർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെർമി ഹാൻസൺ. 1972 അപ്പോളോ 17 ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്ന ആദ്യ ദൗത്യമാണിത്.